എല്ലാവർക്കും ഇൻസൈറ്റ് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ മറ്റൊരു വിപ്ലവത്തിൻ്റെ PYQ ക്ലാസ്സും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമാണ് പറയുന്നത്. ഓൾറെഡി അമേരിക്കൻ വിപ്ലവം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ന് ആദ്യമേ എന്ത് ചെയ്യുന്നു, ഒരു PYQ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, എന്താണെന്നുള്ള കാര്യങ്ങൾ പരിചയപ്പെടാം. വഴിയെ നമുക്ക് PYQ മറ്റു കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഒറ്റ ക്ലാസ്സിൽ നമുക്ക് സെറ്റാക്കും. കേട്ടല്ലോ, ഒരുപാട് അറിയാത്ത പോയിന്റുകളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഉറപ്പായിട്ടും അത് കണ്ടു നോക്കുക. നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം 2023 ചോദിച്ച ഒരു ചോദ്യമാണ്. താഴെ പറയുന്നതിൽ ഏതാണ് 1917 റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത്? ഓപ്ഷനുകൾ വൃത്തിയാണെന്ന് വായിച്ചു നോക്കേ. സാർസുകളുടെ ഏകാധിപത്യ ഭരണം. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. ബോസ്റ്റൺ ടീ പാർട്ടി. മൂന്നാമത്തത് സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ രൂപീകരണം. നാലാമത്തത് സ്റ്റാമ്പ് ആക്ട്. നമ്മൾ അമേരിക്കൻ വിപ്ലവം പഠിച്ചായിരുന്നു. പോസ്റ്റൽ ടീ പാർട്ടിയെക്കുറിച്ചും സ്റ്റാമ്പ് ആക്ടിനെ കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു. എന്നായിരുന്നു, ഓർമ്മയുണ്ടോ? 1773 അല്ലേ? സ്റ്റാമ്പ് ആക്ട് അറിയാമോ? 1765. ഈ രണ്ട് കാര്യങ്ങളും എന്താണ്, അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട. ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. സോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഏതാണ് വരുന്നത്? 1ഉം 3ഉം ആണ്. 1ഉം 3ഉം. സോ ഇത് രണ്ടുമാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. 1ഉം 3ഉം വരുന്ന ആൻസർ ഏതാണ്? ബി ഓപ്ഷൻ. ഓക്കെ, ഇത് ക്ലിയർ ആയോടെ നിങ്ങൾക്ക് എല്ലാവർക്കും? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാ വിപ്ലവവും അടിപൊളിയായിട്ട് A to Z കാര്യങ്ങളും പുതിയ SCERT NCERT ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ക്ലാസ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അവിടെ റഷ്യൻ വിപ്ലവം നടന്ന വർഷം എന്താണെന്ന് ഒന്ന് പഠിച്ചു. റഷ്യൻ വിപ്ലവം നടന്നത് 1917 വർഷങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ വിജയകരമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിപ്ലവമാണ് എന്താണ്, 20ാം നൂറ്റാണ്ടിൻ്റെ ഗതി മാറിയ ഒരു ആസൂത്രണം ചെയ്ത ഒരു ചരിത്ര സംഭവം കൂടിയാണ് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. A to Z കാര്യങ്ങൾ പറയും, ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, അപ്പം വിജയകരമായിട്ടുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവമാണ്. അപ്പോൾ ഏത് നൂറ്റാണ്ടാണെന്ന് ചോദിക്കാം. ഏത് നൂറ്റാണ്ടാണ്? 20ാം നൂറ്റാണ്ടാണ്. മനസ്സിലായോ? ഓക്കെ, ഇനി നോക്കാം. റഷ്യൻ വിപ്ലവ സമയത്ത് റഷ്യയിലെ സാമ്രാജ്യം ഏതാണെന്ന് ചോദിക്കാം. റമനോവ് സാമ്രാജ്യമാണ്. റമനോവ് സാമ്രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്താക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. അവിടുത്തെ രാജാക്കന്മാരെ നിക്കോളസ് രാജാവ് രണ്ടാമനായിരുന്നു. അപ്പം നിക്കോളസ് രണ്ടാമനായിരുന്നു റഷ്യൻ വിപ്ലവ സമയത്തെ റഷ്യൻ ചക്രവർത്തി. ആരായിരുന്നു ചോദിക്കാം? നിക്കോളസ് രാജാവ്. സോ ഈ നിക്കോളസ് രാജാക്കന്മാരെ അവിടെ എന്താ, സർ എന്ന ബഹുമതിയാണ് കൊടുക്കുന്നത്. ഓർത്തിരിക്കുക, സർ എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ അധികാരമുള്ള ഭരണാധികാരി എന്നാണ്. ഓർത്തിരിക്കണേ, നിക്കോളസ് രണ്ടാമൻ. ഓക്കെ, നിക്കോളസ് രണ്ടാമൻ്റെ പത്നി അല്ലെങ്കിൽ എന്താണ്, ആ ചക്രവർത്തിയുടെ പത്നി സെറീന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കൊട്ടാരത്തിലെ സങ്കീർണമായിട്ടുള്ള സ്വാധീനം ഉണ്ടായിരുന്നു ആർക്കാണ്? ഈ രാജ്ഞിക്കും. സോ ഈ രണ്ടുപേരെ നിയന്ത്രിച്ചിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഈ കൊട്ടാരത്തിലെ ഭരണത്തിലും അതുമായി ബന്ധപ്പെട്ട സ്വാധീനമുള്ള ഒരു കപട സന്യാസി ഉണ്ടായിരുന്നു. ആ കപട സന്യാസിയുടെ പേരൊന്ന് പഠിച്ചേ, റാസ്പുട്ടിനായിരുന്നു. അപ്പം സർ നിക്കോളസ് രണ്ടാമനെയും സെറീന ആയ രാജ്ഞിയെയും എന്ത് ചെയ്യാണ്, ഒരുപോലെ നിയന്ത്രിച്ചിരുന്ന ഒരു ഉപദേശങ്ങളൊക്കെ കൊടുത്തിരുന്ന വ്യക്തിയായിരുന്നു റാസ്പുട്ടിൻ എന്ന് പറയുന്നത്. ഈ 3 പേരുടെ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. സോ നമുക്ക് അടുത്തയിലേക്ക് പോകാം. ഫ്രഞ്ച് വിപ്ലവം നമുക്കറിയാം. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് റഷ്യൻ വിപ്ലവം ഉണ്ടായത്. അത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവം എന്നാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് റഷ്യൻ വിപ്ലവം ഉണ്ടായത്. അതിനുശേഷം യൂറോപ്പിൽ പുതിയൊരു ചിന്താധാരയ്ക്ക് ഉണ്ടായി. എന്താണെന്ന് നോക്കാം. കുറേ അല്ലെങ്കിൽ കുറേ വിഭാഗങ്ങൾ കുറേ ജനവിഭാഗങ്ങളുടെ മനസ്സിൽ ഓരോ കാര്യങ്ങൾ കൂടി. അതെന്താണെന്ന് നോക്കാം. ഒന്ന് ലിബറൽസ് ആണ്. എന്താണ് ലിബറൽസ് എന്ന് പറഞ്ഞാൽ? ലിബറൽസ് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ ആഗ്രഹിച്ചു. അവർക്ക് എന്താണ്, മാറ്റങ്ങൾ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ വോട്ടവകാശത്തിനോട് അവർക്ക് യോജിച്ചില്ല. അല്ലേ? എല്ലാവർക്കും വോട്ടവകാശം കൊടുക്കുന്നതിനോട് യോജിക്കാത്ത ഒരു വിഭാഗമായിരുന്നു ലിബറൽസ് എന്ന് പറയുന്നത്. കിട്ടിയോ? രണ്ടാമത്തെ വിഭാഗമാണ് റാഡിക്കൽസ് എന്ന് പറയുന്നത്. റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ട് മാറ്റങ്ങൾ ആഗ്രഹിച്ച വ്യക്തികളാണ്. ഓക്കെ, അതിശക്തമായിട്ട്. അതുപോലെ എല്ലാവർക്കും യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസി വോട്ടവകാശം വേണമെന്ന് കർശനമായി വാദിച്ച വിഭാഗങ്ങൾ കൂടിയായിരുന്നു റാഡിക്കൽസ് എന്ന് പറയുന്നത്. സോ മൂന്നാമതൊരു വിഭാഗമാണ് കൺസർവേറ്റീവ്സ് എന്ന് പറയുന്നത്. കൺസർവേറ്റീവ്സ് എന്ന മാറ്റങ്ങൾ ശക്തമായിട്ട് എതിർത്തു. ഇങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും വേണ്ട, പഴയ രീതി എന്താണോ ആ രീതി തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന രീതിയിലുള്ളവരാണ് കൺസർവേറ്റീവ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 3 ചിന്താധാരകൾ ഈ യൂറോപ്പിൻ്റെ അല്ലെങ്കിൽ ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഉണ്ടായിരുന്നു എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കി വെക്കുക.
ഇനി സഫർക്കേറ്റീവ് മൂവ്മെൻറ്റ് പഠിച്ചു വെച്ചേക്കണേ, എല്ലാവരും ഒന്ന് പഠിച്ചേക്കാം. സഫർക്കേറ്റീവ് മൂവ്മെൻറ്റ് എന്താണ്? ഈ സഫർക്കേറ്റീവ് മൂവ്മെൻറ്റ് അതായത് സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിക്കുന്നതിന് വേണ്ടി യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, റഷ്യ മാത്രമല്ല യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായിട്ടുള്ള സമരം ഉണ്ടായിരുന്നു. അതിനെ ആ ഒരു മൂവ്മെൻറ്റിനെയാണ് സഫർക്കേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോടാ? നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ലിബറൽസ്, റാഡിക്കൽസ്, ദെൻ കൺസർവേറ്റീവ്സ്, ദെൻ അതുപോലെയാണ് സഫർക്കേറ്റീവ് മൂവ്മെൻറ്റ്. ഇത് ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓക്കെ, എടാ നമുക്കിനി സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ്. നമ്മുടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഓടിയെത്തുന്നതാണ് ആരാണ്? കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസുമാണ്. എന്നാൽ അവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കുറച്ച് കാര്യം കൂടെ അറിഞ്ഞു വെക്കണം. അതായത് റോബർട്ട് ഓവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അമേരിക്കയിലെ ഒരു വ്യവസായിയായിരുന്നു റോബർട്ട് ഓവൻ. ഇദ്ദേഹം പറഞ്ഞ എന്താണ്? കോപ്പറേറ്റീവ് കമ്മ്യൂണിറ്റികൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾ വരണമെന്നാണ്. കോപ്പറേറ്റീവ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവും കൂടിയാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമേ. കോപ്പറേറ്റീവ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വകാര്യ വ്യക്തികളിൽ ലാൻഡും അതുപോലെ ഫാക്ടറിയൊക്കെ ഇരിക്കാതെ അതെന്ത് ചെയ്യുക, അത് ഒരു കൂട്ടമായിട്ട് ഒരു സമൂഹത്തിന് കൊടുക്കുക എന്ന ഒരു ആശയമാണ് മുന്നോട്ട് വെച്ചത്. അതാണ് കോപ്പറേറ്റീവ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത് റോബർട്ട് ഓവനാണ്. പഠിച്ചു വെച്ചേക്കണേ. then അടുത്തതാണ് ലൂയിസ് ബ്ലാങ്ക് എന്ന് പറയുന്ന വ്യക്തി. എന്താണ് ലൂയിസ് ബ്ലാങ്ക്? ഈ ലൂയിസ് ബ്ലാങ്ക് പറഞ്ഞത് റോബർട്ട് ഓവൻ എന്താണോ പറഞ്ഞു വെച്ചത് അവിടെ നിന്ന് തുടങ്ങിയ വ്യക്തിയാണ്. റോബർട്ട് ഓവൻ എന്താണ് പറഞ്ഞത്? ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകൾ വരണമെന്ന് പറഞ്ഞു. എന്നാൽ ഈ കോപ്പറേറ്റീവ് കമ്മ്യൂണിസ്റ്റ് മാത്രം പോരാ, അവരെ നിയന്ത്രിക്കാനായിട്ട് എന്ത് ചെയ്യണം? നിയന്ത്രിക്കണമെന്ന് ആരായിരിക്കണം? ഗവൺമെൻറ് ആയിരിക്കണം എന്ന് പറഞ്ഞു. മനസ്സിലായേ? അപ്പോൾ ലൂയിസ് ബ്ലാങ്ക് എന്ന് പറയുന്ന വ്യക്തി ഏതു രാജ്യക്കാരനാണ്? ഫ്രഞ്ചാണ്. അപ്പോൾ കോപ്പറേറ്റുകളെ കേവലം ഒരു സ്വകാര്യ കൂട്ടായ്മകളല്ല, മറിച്ച് ഗവൺമെൻറ് നേരിട്ട് എന്ത് ചെയ്യാം? അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും അവർക്ക് കൺട്രോൾ കൊടുക്കണമെന്ന് പറഞ്ഞ വ്യക്തിയും കൂടാണ് ലൂയിസ് ബ്ലാങ്ക്. മനസ്സിലായോടെ? ലൂയിസ് ബ്ലാങ്കും ഈ രണ്ട് പേരുടെ ഓർത്തിരിക്കുക. ഇവിടെ കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസുമാണ് അടുത്ത പറയുന്നത്. ക്യാപിറ്റലിസ്റ്റുകൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു. അതായത് മുതലാളി വർഗം എന്ത് ചെയ്യുന്നുണ്ട്? തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുന്നു. അതിന് അറുതി വരുത്തി സമ്പത്ത് സ്റ്റേറ്റ് നിയന്ത്രിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റികൾ അനിവാര്യമാണെന്ന് പറഞ്ഞു. മനസ്സിലായോ? ക്യാപിറ്റലിസ്റ്റുകൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നെന്നും അതിന് അറുതി വരുത്തിയിട്ട് എന്ത് ചെയ്യണം? സമ്പത്ത് സ്റ്റേറ്റ് നിയന്ത്രിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിക്ക് അനിവാര്യമാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആ ഒരു സൊസൈറ്റിയാണ് അനിവാര്യമാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും. ക്ലിയർ ആണോ? എന്നൂടെ പറഞ്ഞേ. റോബർട്ട് ഓവൻ എന്തായിരുന്നു പറഞ്ഞേ? കോപ്പറേറ്റീവ് കമ്മ്യൂണിസ്റ്റുകൾ വേണമെന്നും. ലൂയിസ് ബ്ലാങ്ക് എന്തായിരുന്നു പറഞ്ഞേ? ഇതിനെ കൺട്രോൾ ചെയ്യേണ്ടത് ഒരു ഗവൺമെൻറ് ആയിരിക്കണമെന്നും. എന്നാൽ ക്യാപിറ്റലിസ്റ്റുകൾ തൊഴിലാളികളെ ചൂഷണം വരുത്തുന്നുണ്ട്, അതിനൊരു അറുതി വരുത്തിയിട്ട് സ്റ്റേറ്റ് നിയന്ത്രിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി അനിവാര്യമാണെന്ന് പറഞ്ഞ വ്യക്തിയും കൂടെയാണ് കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും. ക്ലിയർ ആണോ? സെറ്റല്ലേ? നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? അതായത് യൂറോപ്പിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇൻഡസ്ട്രിയലൈസേഷൻ തുടങ്ങിയ സമയത്ത്, വ്യവസായവൽക്കരണ സമയത്ത് അവിടെ എന്ത് ചെയ്ത് പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങളുണ്ടായിരുന്നു. ഓക്കെ, തൊഴിലാളികളുടെ ഇടയിൽ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. ആ തൊഴിലാളികൾ കൂടുതലും എന്തൊരു തൊഴിലാളികളായിരുന്നു? വ്യവസായ തൊഴിലാളികളായിരുന്നു. എവിടെ? യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഇറ്റലി, ജർമ്മനി, അതുപോലെ തന്നെ ഫ്രഞ്ച് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം. അപ്പം വ്യവസായികളിൽ എന്താണ്? വ്യവസായ തൊഴിലാളികളായിരുന്നു കൂടുതലായിട്ട്. അപ്പോൾ ഈ അവിടെ പ്രക്ഷോഭങ്ങൾ കൂടുതലായിട്ട് നടത്തിയത് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ആയിരുന്നു. പക്ഷേ റഷ്യയുടെ കേസ് അങ്ങനല്ലടേ. റഷ്യയുടെ കേസ് എന്തായിരുന്നു? റഷ്യയുടെ കേസിനകത്ത് വരുവാണെങ്കിൽ 85% പേരും എന്താണ്? കൃഷിയെ ആശ്രയിച്ചവരായിരുന്നു, കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റഷ്യൻ വിപ്ലവത്തിൻ്റെ നട്ടെല്ലെന്നറിയപ്പെടുന്നത് എന്തായിരിക്കും? ഏത് ജനവിഭാഗമായിരിക്കും? അത് കർഷകരായിരിക്കും. മനസ്സിലായോ? കർഷകരായിരിക്കും. സോ 85% ജനങ്ങൾ എന്തിനെ മാത്രമായിരുന്നു? കൃഷിയെ മാത്രമായിരുന്നു ആശ്രയിച്ചിരുന്നത്. ബാക്കിയുള്ള ഒരു കുറച്ച് വിഭാഗം പ്രൈവറ്റൈസ് ആയിട്ട് അന്ന് വന്നിട്ടില്ല, ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ഒന്നും ഈ റഷ്യയിലോട്ട് വന്നില്ലായിരുന്നു. സോ ആ കാര്യം ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഒരു 2023 തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായിട്ടുള്ള ഭൂവുടമ വർഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. കുലാക്കുകൾ എന്ന പേരിൽ അറിയപ്പെടും. ഓക്കെ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം.
കരിങ്കുപ്പായും ഗസ്റ്റപ്പോയും ഒക്കെ നമുക്ക് മറ്റ് പല ഇതുമായി ബന്ധപ്പെട്ടതാണ്, രണ്ടാം വേൾഡ് വാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. നമുക്ക് അത് അങ്ങോട്ട് പോകുമ്പോൾ സമയത്ത് പറയാം. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് പഠിച്ചു പോയാലോ? ഓക്കെ, കുലാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിലെ ഒരു വലിയ ഭൂ ഉടമയാണ്. അതായത് കർഷകരുടെ ഇടയിൽ വലിയ ഭൂ ഉടമകൾ, അവരുടെ കയ്യിൽ ഉയർന്ന രീതിയിലുള്ള സമ്പത്തുണ്ടായിരുന്നു, ഒരുപാട് കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്നു. കുലാക്സ് പുറത്തു വച്ചേക്കണേ. ഓക്കെ, അപ്പം റഷ്യയിലെ വലിയ ഭൂ ഉടമകളെയാണ് കുലാക്സ് എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലായിരുന്നു, കർഷകരുടെ ഇടയിലെ പ്രബലന്മാരായിരുന്നു എന്ന കാര്യം ഓർത്തു വെക്കുക. then അടുത്തെയാണ് മിർ എന്ന് പറയുന്നത്. മിർ എന്ന് പറയുന്നത് കർഷകർ തങ്ങളുടെ ചെറിയ ഭൂമികൾ കൂട്ടിച്ചേർത്ത് കൂട്ടമായിട്ട്, അല്ലെങ്കിൽ ഗ്രാമകൃഷി എന്ന് പറയത്തില്ലേ, സോ കൂട്ടമായിട്ട് കൃഷി ചെയ്യുന്നവർ, പ്രാദേശിക കൂട്ടായ്മകൾ, അവരെയാണ് മിർ എന്ന് പറഞ്ഞത്. ഓർത്തിരിക്കുക, മിർ. ഈ മിറാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? സോവിയറ്റുകളായിട്ട് മാറുന്നത് മിറാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ക്ലിയർ ആണോടാ പറഞ്ഞ കാര്യം? കുലാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരുടെ ഇടയിൽ ഏറ്റവും സമ്പന്നരായിട്ടുള്ളവർ. മിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു കൂട്ടായ്മ കൃഷിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രാദേശിക കൃഷിയായിരുന്നു ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്ഥലങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒറ്റയ്ക്ക് കൃഷി ചെയ്യുന്ന രീതിയായിരുന്നു. ഒരു ഗ്രാമ കൂട്ടായ്മയായിരുന്നു. ഇനി നമുക്ക് മറ്റൊരു വിഭാഗത്തിലേക്ക് വരാം, ജദീലിസ്റ്റുകൾ. എന്താണ് ജദീലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ? അതായത് അത് റഷ്യൻ സാമ്രാജ്യത്തിനുള്ളിലെ മുസ്ലിം പരിഷ്കർത്താക്കൾ, അല്ലെങ്കിൽ അവരാഗ്രഹിച്ചു എന്താണെന്ന്, ഇസ്ലാമിക സമൂഹത്തെ ആധുനികവൽക്കരിക്കണം എന്ന് വാദിച്ച പുരോഗമവാദികളാണ് ജദീലിസ്റ്റുകൾ എന്ന പേരിൽ അറിയാം. മനസ്സിലാക്കണേ, ജദീലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആധുനിക മുസ്ലിം പരിവർത്തനത്തിന് വേണ്ടി ആഗ്രഹിച്ചവരാണ്. അപ്പം 3 പേരുകളാണ് നമ്മൾ പറഞ്ഞത്: കുലാക്സ്, ദെൻ മിർ, ദെൻ ജഡീലിസ്റ്റുകൾ. അപ്പോൾ ഈ 3 പേരുകൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വച്ചേക്കണേ. ക്ലിയർ ആണോടെ? എല്ലാവർക്കും ക്ലിയർ ആണോ? 1914 വരെ ഒരു പാർട്ടിക്കും എന്തില്ലായിരുന്നു? ഈ ഒരു രാജ്യത്ത് നിരോധനമായിരുന്നു, കർശനമായിട്ട് നിരോധനമായിരുന്നു. 1914 വരെ റഷ്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ കർശനമായിട്ട് നിരോധനമായിരുന്നു. എങ്കിലും അവിടെ പല രീതിയിലുള്ള രഹസ്യമായിട്ടുള്ള പാർട്ടികൾ ഉണ്ടായിരുന്നു. സോ നമ്മൾ അവിടെ പഠിക്കാൻ പോകുന്ന 2 പാർട്ടികളെ പറ്റിയാണ് പഠിക്കുന്നത്. ഒന്നാമത്തെ പാർട്ടിയാണ് 1898 സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കണേ. സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. എന്തായിരുന്നു ഇവരുടെ ആശയം? കാൾ മാക്സിൻ്റെ ആശയത്തിൽ നിന്ന് നേരിട്ട് പ്രചോദനം കൊണ്ട് ഉണ്ടായ തൊഴിലാളി പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. ഒന്നുകൂടെ പറ്റേ, സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. വർഷം എന്നാണ്? 1898 98. തന്നെ ഒരു 2 വർഷം കൂടെ കഴിയുമ്പോൾ 1900 മറ്റൊരു പാർട്ടിയുടെ വന്നിട്ടുണ്ട്. സോഷ്യലിസ്റ്റ് റവല്യൂഷണറി പാർട്ടിയാണ്. സോഷ്യലിസ്റ്റ് റവല്യൂഷണറി പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരുടെ അവകാശങ്ങൾക്കായിട്ട് പോരാടിയ റാഡിക്കൽ പാർട്ടിയാണ്. ഭൂ ഉടമകളിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്തിട്ട് കർഷകർക്ക് നൽകുക. നമ്മൾ ഇപ്പം പഠിക്കത്തില്ല, മിതവാദികളും തീവ്രവാദികളെന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. സോ ഇതിനകത്ത് തന്നെ പല രീതിയിലുള്ള അഭിപ്രായം ഉണ്ടായിരുന്നുള്ള ഈ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടിക്കകത്ത് തന്നെ പലരും പല ചിന്താഗതിയിലുള്ളവർ, അല്ലെങ്കിൽ പലരായിട്ട് ചിലർ പറഞ്ഞു നമുക്ക് റാഡിക്കലായിട്ടുള്ള നീക്കങ്ങൾ മതിയെന്ന്, ചിലർ പറഞ്ഞു അങ്ങനെ സമാധാനപരമായിട്ടും. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തായാലും അവിടെ എന്തൊരു പ്രശ്നം വരുവാണെങ്കിൽ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സെയിം അതേ കാര്യം ഇവിടെ നടന്നത്. അതായത് 1898 സ്ഥാപിച്ച സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. സ്പ്ലിറ്റ് ചെയ്ത വർഷത്തോട് ഓർത്ത് വെച്ചേക്കണേ, 1903 1903. സോ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്തൊക്കെയായെന്ന് പഠിച്ച്, 1 മെൻഷേവിക്കുകൾ, 2 ബോൾഷേവിക്കുകൾ. അങ്ങനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഏതിൽ നിന്നാണ് സ്പ്ലിറ്റ് ചെയ്തതെന്ന് മനസ്സിലായോ? സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയിൽ നിന്നാണ്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതല്ലേ? ഓക്കെ, സോ അതിൽ നിന്നാണ് എന്ത് ചെയ്തത് ഈ 2 പാർട്ടികൾ സ്പ്ലിറ്റ് ചെയ്തത്. മനസ്സിലായോ? എന്താണ് മെൻഷേവിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ ഭാഷയിൽ ന്യൂനപക്ഷം, മൈനോറിറ്റി എന്നാണ്. സോ ഇതിൻ്റെ വക്താവ് ആരാണ്? നേതാവ് അലക്സാണ്ടർ കെരൻസ്കി. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. അലക്സാണ്ടർ കെരൻസ്കിയാണ് മെൻഷേവിക്കുകളുടെ അധികാരി. ഓക്കെ, എന്തായിരുന്നു ഈ ഒരു പാർട്ടിയുടെ നിലപാട്? പാർട്ടി എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുക്കണം എന്ന് വാദിച്ചവരാണ് മെൻഷേവിക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ബോൾഷേവിക്കുകൾ എന്നാൽ റഷ്യൻ ഭാഷയിൽ ഭൂരിപക്ഷം എന്നാണ്, മെജോറിറ്റി എന്നാണ്. സോ അവിടെ പ്രധാനമായിട്ടും ആരൊക്കെയാണ്? ലെനിൻ, ദെൻ ലിയോ ടോൾസ്കി. PYQ ആണ് ചോദിച്ചിട്ടുണ്ട്. ലെനിനും ലിയോ ടോൾസ്കി, ഈ 2 പേര് ഏതുമായിട്ട് ബന്ധപ്പെട്ട ബോൾഷേവിക്കാണ്.
സോ ഈ ഒരു പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നു? അതായത് കർശനമായിട്ടുള്ള അച്ചടക്കം പാർട്ടിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ വാദിച്ച ഒരു തീവ്ര വിഭാഗം കൂടിയായിരുന്നു ബോൾഷെവിക്ക്. ഇപ്പം കിട്ടിയോടെ രണ്ട് കാര്യങ്ങളാണ് മെൻഷെവിക്കുകൾക്കും ബോൾഷെവിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു വലിയൊരു വാറിലേക്ക് വരുവാണ്. അവിടെ ഈ ഒരു രാജ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു രാജ്യമാണ്. ഇതാണ് ജപ്പാൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വലിപ്പം കണ്ടോ? വളരെ ചെറിയ ഒരു രാജ്യമാണ്. അടുത്തൊരു വലിയൊരു രാജ്യം ഞാൻ കാണിക്കുവാണ്. ഈ ഒരു വലിയ രാജ്യം എന്ന് പറയുന്നത് എന്താടേ? അത് റഷ്യയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഒരു ചെറിയ രാജ്യം ആരെ തോൽപ്പിക്കുന്നു? ഒരു വലിയൊരു സാമ്രാജ്യത്തെ തോൽപ്പിക്കുകയാണ്. അതാണ് 1904-5 റഷ്യ ജപ്പാൻ വാർ. സോ ഈ വാറിൽ ആര് പരാജയപ്പെടുന്നു? റഷ്യ പരാജയപ്പെടുകയാണ്. റഷ്യ പരാജയപ്പെടുകയും അതുപോലെ തന്നെ ഇതെന്തുവാ, അവിടുത്തെ ഒരു ഭരണകൂടത്തിന് അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെടുകയും ഉണ്ടായത് അല്ലേ? നിക്കോളസ് രാജാവിൻ്റെ ഭരണകൂടത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുകയും ഒരുപാട് പേര് എന്ത് ചെയ്യുക, പട്ടിണിയും ദുരിതത്തിലേക്കും വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോവുകയാണ് ഈ ഒരു റഷ്യൻ ജപ്പാൻ വാർ. ഓർത്തിരിക്കണേ. സോ ഇതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. 1905 വിപ്ലവത്തിൻ്റെ ഊർജം നൽകുന്നത് അല്ലെങ്കിൽ വിപ്ലവത്തിൻ്റെ തുടക്കം കുറിക്കാൻ പോകുന്ന ഒരു യുദ്ധമുണ്ട്. അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. 1905 എന്താണ്? റഷ്യൻ ജപ്പാൻ വാറാണ്. ഓക്കെ, അപ്പം നോക്കേ, ഭൂമിശാസ്ത്രപരമായിട്ടും വളരെ വലിയൊരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. താരതമ്യേന വളരെ ചെറിയൊരു രാജ്യം ജപ്പാനോട് പരാജയപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്യും? സാർ ഭരണകൂടത്തിനോട് വലിയ എന്ത് ചെയ്ത് ജനങ്ങൾക്ക് എന്താണ് എതിർപ്പുണ്ടായി, വിശ്വാസ്യത നഷ്ടപ്പെട്ടു. സോ ഇതൊന്നും പഠിച്ചു വെക്കുക. ഓക്കെ, ഇങ്ങനെ ഇതിൻ്റെ ഫലമായിട്ട് ആഭ്യന്തരമായിട്ട് പല രീതിയിലുള്ള കലാപങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥ തകരുകയും വിലക്കയറ്റം കൂടുകയും ദാരിദ്ര്യം എന്ത് ചെയ്യുക വളരെ രൂക്ഷമാകുകയും ചെയ്തു. സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യങ്ങളിലേക്ക് പോവുക. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്ന് പ്രക്ഷോഭം ഉണ്ടാക്കണ്ടേ? പ്രക്ഷോഭം ഉണ്ടാക്കണം. സോ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ആരെ പറ്റിയാണെന്നറിയാമോ? സോ ശ്രദ്ധിച്ചിരിക്കണേ. ബ്ലഡി സൺഡേ പറ്റിയാണ് അടുത്ത നോക്കുക. ബ്ലഡി സൺഡേ, രക്തരൂഷിതമായിട്ടുള്ള ഞായറാഴ്ച ചോദിച്ചിട്ടുണ്ട്. രക്തരൂഷിതമായിട്ടുള്ള ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിട്ടുണ്ട്. സോ ഇത് നടന്ന വർഷം എന്നാണ്? 1905 ജനുവരി 22. സോ ജനുവരി 22 എന്ന് പറയുമ്പം റഷ്യൻ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഫെബ്രുവരി നടന്നെയാണ്. അത് ബാക്കിലോട്ടാണെന്ന് ഓർക്കുക. ഫെബ്രുവരി 9 എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ രണ്ട് റൈറ്റ് തന്നെയാണേ. സോ ഇത് ആരാണ് നടത്തിയത് എന്ന കാര്യത്തിലേക്ക് വരാം. ഫാദർ ഉണ്ട്. ആ ഫാദറിൻ്റെ പേരൂടെ പറയാം. അവിടെ ഫാദർ ഗാപ്പോൺ എന്ന് പറയുന്ന ഒരു ഫാദർ ഉണ്ടായിരുന്നു. സോ ഇദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. ഓർത്തു വെച്ചാൽ ഗാപ്പോൺ. ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ പുരോഹിതൻ വളരെ സമാധാനപരമായിട്ട് ജനങ്ങളെയും കൂട്ടിയിട്ട് നമ്മുടെ നിക്കോളസ് രാജാവിൻ്റെ വിൻ്റർ പാലസിലേക്ക് ഒരു മാർച്ച് നടത്തി. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? അവിടെ റൊട്ടിയും സമാധാനത്തിനും വേണ്ടിയാണ് പോയത്. പക്ഷേ എന്ത് ചെയ്താണ്? അവിടെ രാജാവ് എന്ത് ചെയ്ത്? അവിടുത്തെ സൈന്യത്തെ ഉപയോഗിച്ചിട്ട് ഇവരെ എന്ത് ചെയ്തു? കൊലപ്പെടുത്തി. നൂറുകണക്കിന് ജനങ്ങൾ കൊല്ലപ്പെടുകയും ഈ സംഭവം റഷ്യയിൽ വൻ പ്രക്ഷോഭങ്ങൾക്ക് തിരികൊളുക്കുകയുണ്ടായി. സോ ഇതാണ് ആ ഒരു സംഭവം എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. റഷ്യക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? നിക്കോളസ് രാജാവിൻ്റെ സൈന്യം എന്ത് ചെയ്യുന്നുണ്ട്? ആ പാവപ്പെട്ട ജനങ്ങളെ വെടിവെച്ച് കൊല്ലുകയാണ്. സോ അത് മനസ്സിലാക്കി വെക്കുക. സോ നമുക്ക് തന്നെ അടുത്ത ഭാഗത്തിലേക്ക് കാണാം. ഇത് കണ്ടോ, 2023-24 പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. എന്താണ്? 1905 റഷ്യൻ വിപ്ലവത്തിൻ്റെ നേതാവ്. 1905 എന്ന് പറയുന്നത് ഡേക്കോണേ, നമ്മുടെ അവിടെ മനസ്സിലോട്ട് പല പേരുകളും വരും. 1905 എന്ന് പറയുമ്പം എന്താണ്? 1905 നമ്മൾ രക്തരൂഷിതമായിട്ടുള്ള ഞായറാഴ്ചയാണ്. സോ അതിൽ വിപ്ലവത്തിൻ്റെ നേതാവ് എന്ന് പറയുന്നത് ആരാണ്? ഫാദർ ഗാപ്പോൺ ആണ് അല്ലേ? സോ ഓപ്ഷൻ ബി ഓർത്തിരിക്കുക. സോ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് വരാം. ഈ ഒരു യുദ്ധത്തെ തുടർന്ന് അടിയന്തരമായിട്ട് റഷ്യ ഡ്യൂമ എന്ന് പറയുന്ന ഒരു പാർലമെൻറ്റ് രൂപീകരിക്കും. ഡ്യൂമ എന്ന് പറഞ്ഞ പാർലമെൻറ്റ് രൂപീകരിച്ചു. സോ അത് ഒന്ന് അറിഞ്ഞു വെക്കുക. ഡ്യൂമ എന്ന പാർലമെൻറ്റ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകമായിട്ട് അറിഞ്ഞു വെക്കുക. എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് രക്തരൂഷിതമായിട്ടുള്ള ഞായറാഴ്ചയെ തുടർന്ന് ജനകീയ പ്രക്ഷോഭത്തെ ഭയന്ന് നിക്കോളസ് രാജാവ് ഒരു പാർലമെൻറ്റ് സ്ഥാപിക്കാൻ നിർബന്ധിതനായി. ഈ പാർലമെൻറ്റിൻ്റെ പേരാണ് ഡ്യൂമ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഡ്യൂമ എന്ന പേരിൽ അറിയപ്പെടും. എന്നാൽ ഈ ഡ്യൂമ
കണ്ടിന്യൂസ് ആയിട്ട് നിന്നില്ല. വെറും 75 ദിവസം കൊണ്ട് ഡ്യൂമ പിരിച്ചുവിടുകയുണ്ടായി. ഓക്കെ, അധികാരം നഷ്ടപ്പെടും എന്ന ഭയത്തോടെ സർ നിക്കോളസ് രണ്ടാമൻ എന്ത് ചെയ്ത ഈ ഡ്യൂമ പിരിച്ചുവിട്ടു 75 ദിവസത്തിനുള്ളിൽ. സോ ഈ ഒരു കാര്യം ഇവിടെ നിങ്ങളുടെ മനസ്സിൽ അറിഞ്ഞു വെക്കുക. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 1905 ഈ സംഭവങ്ങളെ ലെനിൻ എന്താണ് വിശേഷിപ്പിച്ചത്? റഷ്യൻ വിപ്ലവത്തിന്റെ മുന്നൊരുക്കം അല്ലെങ്കിൽ റിഹേഴ്സൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നു. അപ്പോൾ ലെനിൻ ഏത് പ്രക്ഷോഭത്തെ തുടർന്നാണ് രക്തരൂഷിതമായിട്ടുള്ള ഞായറാഴ്ചത്തെ വിപ്ലവത്തെ തുടർന്ന് ലെനിൻ എന്താണ് പറഞ്ഞത്? റഷ്യൻ വിപ്ലവത്തിന്റെ മുന്നൊരുക്കമാണ്. ഓക്കെ, ക്ലിയർ ആണോടാ? ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? സോ എല്ലാവരും പഠിച്ചു വെച്ചേക്കണേ. അപ്പം ഡ്യൂമയുടെ കാര്യം ഓർത്ത് വെച്ചേക്കുക. 75 ദിവസം കൊണ്ട് എന്ത് ചെയ്ത് പിരിച്ചുവിട്ടു എന്ന കാര്യം ഇവിടെ ഓർത്തിരിക്കാം. സോ അത് മനസ്സിലായെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്ത പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. കിട്ടാത്ത പോയിന്റുകൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇവിടെ കലണ്ടറിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ആദ്യകാലത്ത് റഷ്യൻ കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടറുമായിട്ട് എന്താണ് ഒരു മാസത്തെ പിന്നിട്ടായിരിക്കും വരുന്നത്. അപ്പം ഫെബ്രുവരി വിപ്ലവം നടന്നത് എവിടെയായിരിക്കും? മാർച്ചിലും. അതുപോലെ ഒക്ടോബർ വിപ്ലവം നടന്നത് നവംബറിലും ആയിരിക്കും എന്നൊരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമ്മുടെ വിപ്ലവത്തിൻ്റെ വേദിയാണ് പറയുന്നത്. ഏതൊരു സ്ഥലമായാലും അതിന് വേദി ഉണ്ടായല്ലോ. സോ റഷ്യൻ വിപ്ലവത്തിൻ്റെ തുടക്കം എവിടെയാണ്? പെട്രോഗാഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. പെട്രോഗാഡ് എന്ന് പറഞ്ഞ നഗരത്തിലായിരുന്നു റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട തുടക്കം. ഇതിലേക്കൂടെ ഒരു നദി പോകുന്നുണ്ട്. നദി നോവ നദിയാണ്. നോവ നദി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിക്കാം. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറിയ ഒരു നദിയും കൂടിയാണ് നോവ നദി എന്ന് പറയുന്നത്. അതെന്താടാ? ഏത് തീരത്താടാ? ഏത് പട്ടണത്തിൻ്റെ തീരത്താണ്? പെട്രോഗാഡ് എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ തീരത്താണ്. പഠിച്ചു വെച്ചേക്കണേ. സോ ആ കാര്യം മനസ്സിലായി. നമുക്ക് ഇവിടെ ചോദ്യം ഒന്ന് പരിചയപ്പെടാമേ. ഒരു ചോദ്യം നോക്കേ. വാട്ട് ഈസി ടു ബി ഡൺ എന്നത് എന്തായിരുന്നു? നമ്മൾ കിളി പോയ ഒരു ചോദ്യം. കിളി പോയോടെ നിങ്ങളുടെ കിളി പോയോ? എൻ്റെ കിളി പോയി. നോക്കാം നമുക്ക്. വാട്ട് ഈസി ബി ഡൺ? വാട്ട് ഈസി ടു ബി ഡൺ എന്താണത്? മെൻഷേവുകളുടെ അടിസ്ഥാന ഗ്രന്ഥം ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നിയമപരമായിട്ടുള്ള മാർക്സിസ്റ്റുകൾക്കും സാമ്പത്തികവാദത്തിനും എതിരെ സർ നിക്കോളസ് രാജാവ് ഉദ്ദേശിച്ചത് സമർപ്പിച്ച അവകാശങ്ങളുടെ ചാർട്ടർ എന്ന കാര്യം. ഇതിന് ആൻസർ ഏതാണോ? ആൻസർ ബി ആണ്. ആൻസർ ബി ആണ്. ഓർത്തിരിക്കുക. നിയമപരമായിട്ടുള്ള മാർക്സിസ്റ്റുകൾക്കും സാമ്പത്തിക വാദത്തിനും എതിരെ എന്നാണ് ഇവിടുത്തെ ആൻസർ. സോ എന്താണെന്നൊന്ന് പഠിച്ച വാട്ട് ഈസി ടു ബി ഡൺ എന്ന് പറയുന്നത്. സോ ഇത് പഠിച്ചു വെച്ചേക്കുക. ഒരു വെറൈറ്റി റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. സോ നമുക്ക് അടുത്തതിലേക്ക് വരാം. ഫെബ്രുവരി വിപ്ലവത്തിൻ്റെ തുടക്കം എന്ന് പറയാം. എന്താണ് ഫെബ്രുവരി വിപ്ലവത്തിലേക്ക് നയിച്ചത്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ എന്ത് ചെയ്ത്? ജർമ്മനിക്കെതിരെ യുദ്ധം ഉണ്ടായി. ഒരുപാട് നഷ്ടങ്ങളുണ്ടായി അല്ലേ? ഡ്യൂമയെ വിട്ടിട്ട് എന്ത് ചെയ്ത്? ഡ്യൂമയൊക്കെ പിരിച്ചു വിട്ടിട്ട് നിക്കോളസ് രാജാവൻ എവിടെ പോയി? ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത് ജർമ്മനിക്കെതിരെ എന്ത് ചെയ്ത്? യുദ്ധത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. ഭക്ഷ്യക്ഷാമം എന്ത് ചെയ്ത്? ഒരുപാടുണ്ടായി. പിന്നെ അടുത്തതാണ് നമുക്കറിയാം മാർച്ച് 8 എന്ന് പറയുന്നത്. റൊട്ടിക്ക് വേണ്ടി സ്ത്രീകൾ തെരുവിലിറങ്ങിയ ഒരു സമരമായിരുന്നു. അതിനെയാണ് പിന്നീട് എന്ത് പറയുന്നത്? മാർച്ച് 8 വനിതാ ദിനമായിട്ട് കാരണമാകാൻ പറയുന്നു. ഓക്കെ, ഇതും ഒരു വനിതാ ദിനത്തിൻ്റെ മുന്നോടിയാണ് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ വനിതകളും ഇതിനകത്ത് പങ്കെടുത്തു എന്ന കാര്യത്തോട് ഓർക്കുക. പിന്നീട് പതുക്കെ സൈന്യത്തിൻ്റെ നിലപാട് മാറി. അതാണ് നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കേണ്ടത്. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യമാണ് സൈന്യത്തിൻ്റെ നിലപാട് മാറി. സമരം ചെയ്ത ജനങ്ങൾക്ക് നേരെ വെടി ഉയർത്താൻ സൈന്യം വിസമ്മതിച്ചു. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. സൈന്യത്തിൻ്റെ നിലപാട് മാറി. എത്രയും പെട്ടെന്ന് ഈ രാജാവിനെ ഒന്ന് അടിച്ച് പുറത്താക്കണം. ഓക്കെ, രാജാവിന് സപ്പോർട്ടല്ലായിരുന്നു സൈന്യം. എന്ത് ചെയ്ത്? അതാണ് ഇനി നമ്മൾ നടക്കാൻ പോകുന്നത്. അതാണ് ഫെബ്രുവരി വിപ്ലവം. നമ്മൾ തൊട്ട് മുമ്പ് ഈ ഫെബ്രുവരി വിപ്ലവത്തിലേക്ക് നയിച്ചത് എന്താണെന്ന്, അല്ലെങ്കിൽ വിപ്ലവത്തിൻ്റെ തുടക്കം എന്താണെന്ന് പഠിച്ചു. എന്താണ് ഫെബ്രുവരി വിപ്ലവം? കാരണം എന്ത് ചെയ്ത്? അതായത് എന്ത് ചെയ്തു? സ്ത്രീകൾ പ്രക്ഷോഭമായി. സൈനികർ എന്ത് ചെയ്ത്? അവരെ വെടിയുയർത്തോ? ഇല്ല, അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നു. ഈ സമയത്ത് ആരെയും നമ്മുടെ നിക്കോളസ് രാജാവിൻ്റെ തൊപ്പി പോയടേ. അദ്ദേഹം ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിനെ അടിച്ച് പുറത്താക്കി. ഇതായിരുന്നു എന്ത് ചെയ്ത്? ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാമേ. ശ്രദ്ധിച്ചിരിക്കണേ. അങ്ങനെ നിക്കോളസ് രാജാവ് 1917 മാർച്ച് 2 എന്ത് ചെയ്ത്? നിക്കോളസ് രാജാവ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം പോയി. പിന്നീട് താൽക്കാലികമായിട്ടുള്ള ഗവൺമെൻറ് ആണ് വരുന്നത്. സോ ഇതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? മെൻഷേവുകൾക്ക് നേതൃത്വമുള്ള ഗവൺമെൻറ് വന്നു. മെൻഷേവിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷമാണ്. ഓക്കെ, അതിൻ്റെ ആരാണ്? അലക്സാണ്ടർ കെരൻസ്കിയാണ്. ഓക്കെ, ഇതിൻ്റെ ആദ്യ നേതാവായിട്ട് നമ്മൾ പഠിച്ചു വെക്കണേ പ്രിൻസ്
ലവനോവിനെ നിയമിച്ചു. ഓക്കെ, ആദ്യത്തെ നേതാവായിട്ട് പ്രിൻസ് ലവനോവിനെ നിയമിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടാണ് അലക്സാണ്ടർ കെരൻസ്കി വരുന്നത്. ഫെബ്രുവരി വിപ്ലവത്തെ മെൻഷേവുകളുടെ വിപ്ലവം എന്നും വിളിക്കാറുണ്ട്. സോ നമുക്കിനി അടുത്ത ഒരു കാര്യത്തിലേക്ക് വരാം. ഏപ്രിൽ തീസിസ്. നമുക്കറിയാം ആരുമായിട്ട് ബന്ധപ്പെട്ടയാണ് ഏപ്രിൽ തീസിസ്, നമ്മുടെ ലെനിനുമായിട്ട് ബന്ധപ്പെട്ടയാണ്. സോ എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കേണ്ട. സ്വിറ്റ്സർലൻഡിലായിരുന്നു ലെനിൻ. ഇത്രയും കാലം എവിടെ പോയി? സ്വിറ്റ്സർലൻഡിൽ പ്രവാസിയായിരുന്നു ലെനിൻ. അവിടുന്ന് എന്ത് ചെയ്തു? 1917 ഏപ്രിലിൽ നിന്ന് റഷ്യയിലേക്ക് അല്ലേ, ഏപ്രിൽ തീസ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസം എന്ത് ചെയ്താ റഷ്യയിലേക്ക് തിരിച്ചെത്തി. ആര്? ലെനിൻ. ഓർത്തിരിക്കണേ. അപ്പോൾ ഇദ്ദേഹം മുന്നോട്ട് വെച്ച 3 കാര്യങ്ങൾ PYQ ആണ്, പഠിച്ചു വെക്കണം. ഭൂമി, ആഹാരം, സമാധാനം. ആരെയാ പറഞ്ഞേ? ലെനിൻ പറഞ്ഞാണ്. ഏപ്രിലിൽ റഷ്യയിലേക്ക് എത്തിയതിന് ശേഷം 3 കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. എന്താണ്? ഭൂമി, ആഹാരം, സമാധാനം. കൃഷിഭൂമികൾ എന്ത് ചെയ്യാം? കർഷകർക്ക് നൽകുക. ടാങ്കുകൾ ദേശസാൽക്കരിക്കുക. യുദ്ധം, ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്ന കാര്യം ഇവിടെ പറഞ്ഞു. കാര്യത്തിൽ നോക്കുക. ഇതാണ് ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഒക്ടോബർ വിപ്ലവമാണ്. സോ ഒക്ടോബർ വിപ്ലവത്തിലേക്ക് വരികയാണ്. ഇപ്പം നിലവിൽ ആരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്? മെൻഷേവിക്കുകളാണ് ഭരിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗമാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അവരെ ഇനി അടിച്ചു പുറത്താക്കുന്ന ഒരു വിപ്ലവമാണ് ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. മനസ്സിലാക്കണേ. സോ എന്താണ് കാര്യങ്ങളെന്ന് നോക്കാം. ഒക്ടോബർ വിപ്ലവത്തിലേക്ക് വരാം. ഒക്ടോബർ വിപ്ലവം എന്ന് പറഞ്ഞാൽ കരൻസ്കിയുടെ താൽക്കാലിക ഗവൺമെൻറ് യുദ്ധം അവസാനിക്കാൻ തയ്യാറല്ല. ഓക്കെ, സോ ഈ മെൻഷേവിക്കുകൾ എന്ത് ചെയ്ത് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തയ്യാറല്ല. ഇതെന്ത് ചെയ്ത്? ജനരോക്ഷം എന്ത് ചെയ്ത്? വർദ്ധിപ്പിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് ഓക്കെ ലിയോൾ ടോൾസ്കി, നമുക്കറിയാം ഈ ലിയോൾ ടോൾസ്കിയാണ് ചുവന്ന സേന അല്ലേ, ചുവന്ന കാവൽ സേന അല്ലെങ്കിൽ മിലിറ്ററി റവല്യൂഷണറി കമ്മിറ്റി രൂപീകരിച്ചു. അതിൻ്റെ തലവൻ കൂടിയാണ് ലിയോ ടോൾസ്കി എന്ന് പറയുന്നത്. നമ്മുടെ ലെനിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയല്ലേ, അദ്ദേഹമാണ് എന്ത് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ എന്ത് രൂപീകരിച്ചത്? ചുവന്ന കാവൽ സേന. ഓർത്തിക്കാൻ, ചുവന്ന കാവൽ സേന ഇതുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കാം കേട്ടോ. സോ അത് കഴിഞ്ഞിട്ട് 1917 നവംബറിൽ ബോൾഷേവിക്കുകൾ കരൻസ്കിയുടെ സർക്കാരിനെ അട്ടിമറിച്ചു. സോ ഇതിനെയാണ് എന്ത് പറയുന്നത്? ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. മനസ്സിലായേ? ഓക്കെ, അപ്പോൾ ലെനിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു ഈ ഒരു കാലഘട്ടത്തിൽ. ഓക്കെ, ഒക്ടോബർ വിപ്ലവം പഠിച്ചല്ലോ. എന്താണ് ഇനി? കമ്പാരിസൺ ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും പഠിച്ചു വെച്ചേക്കണം. എന്താണ് ഇതിൻ്റെ കമ്പാരിസൺ? ഒന്ന് പഠിച്ചേ. 2 കാര്യങ്ങളായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. ഒന്ന്, ഫെബ്രുവരി വിപ്ലവം എന്തായിരുന്നെന്നും ഒക്ടോബർ വിപ്ലവം എന്തായിരുന്നുള്ള കാരണം. ഓക്കെ, എന്തായിരുന്നു ഫെബ്രുവരി വിപ്ലവത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ടെററായിട്ടുള്ള കാര്യം? ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്നു. ഓക്കെ, റൊട്ടിക്കും ഇതിനു വേണ്ടി എന്ത് ചെയ്തു? സ്ത്രീകളും എല്ലാവരും എന്ത് ചെയ്യും? തെരുവിലിറങ്ങി. ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സൈന്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? നിക്കോളസ് രാജാവിനെ അടിച്ച് പുറത്താക്കുന്നു. മനസ്സിലായോ? അങ്ങനെ എന്ത് ചെയ്യുന്നു? താൽക്കാലിക ഗവൺമെൻറ് ആയിട്ട് ആര് വരുന്നുടേ? താൽക്കാലിക ഗവൺമെൻറ് ആയിട്ട് ഏത് വരുന്നു? മെൻഷേവിക്കുകൾ വരുന്നു. മനസ്സിലായോ? അപ്പം ഏത് വിഭാഗമാണ് ഇതിന് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് ഫെബ്രുവരി വിപ്ലവത്തിന്? അത് മെൻഷേവിക്കുകളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്താക്കൾ ആരൊക്കെയാണ്? ഓക്കെ, പ്രിൻസ് ലവനോവും കെരൻസ്കിയും. ഓർത്തുക, പ്രിൻസ് ലവനോവ്, കെരൻസ്കി. ഇനി എന്തായിരുന്നു അന്ത്യം? നമുക്കറിയാലോ. ഓക്കെ, സർ ഭരണത്തിൻ്റെ നിക്കോളസ് രാജാവൻ അയാളെ തൊപ്പി ഊരി വെച്ചിട്ട് അയാൾ പോയി. ഓക്കെ, അടുത്ത ആര് വന്നു? നമ്മുടെ മെൻഷേവിക്കുകളുടെ മെയിൻ താൽക്കാലികമായിട്ട് അധികാരത്തിലെത്തി. സോ ഇത് മനസ്സിലാക്കി. എന്താണ് ഒക്ടോബർ വിപ്ലവം? അപ്പം നമ്മൾ ഈ ഒരു മെൻഷേവിക്കുകൾ എന്ത് ചെയ്യുന്നില്ല? ഒന്നാം ലോക മഹായുദ്ധത്തിന് അവസാനിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജനരോക്ഷം അധികമായിട്ട് വന്നു. ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാതെ കെരൻസ്കി സർക്കാർ എന്ത് ചെയ്തു? അല്ലെങ്കിൽ മെൻഷേവിക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ അധികാരം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ അടിച്ചു പുറത്താക്കണം. ഓക്കെ, അടിച്ചു പുറത്താക്കിയത് ആരാണ്? ബോൾഷേവിക്കുകളാണ്. അപ്പോൾ അതിന് നേതൃത്വം നൽകിയത് ആരാണ്? ലെനിനും ലിയോ ടോൾസ്കിയാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അങ്ങനെ അധികാരത്തിൽ വരുന്നു. ഇത്രയും മാത്രമേ ഉള്ളൂ ഒക്ടോബർ വിപ്ലവം. സോ ഇത് ക്ലിയർ ആയോ? നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് വരാം. അടുത്തൊരു ട്രീറ്റിയാണ്. അതെന്താണെന്ന് നോക്കാം. ബ്രസ്റ്റ് ലിസ്തോസ്കി സന്ധിയാണ്. എന്താണെന്ന് നോക്കാം. ഈ ഒരു ട്രീറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത് ബ്രസ്റ്റ് ലിസ്തോസ്കി സന്ധി എന്താണ് ഇതിൻ്റെ കാര്യം? അധികാരത്തിൽ വന്നുടനെ ലെനിൻ
ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. ഇത്രയും നാൾ ആരായിരുന്നു? നിക്കോളസ് രാജാവിനും ഓക്കെ കെറൻസ്കി ഒക്കെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നതാണ്. അധികാരത്തിൽ വന്നപ്പോൾ എന്ത് ചെയ്ത്? അവർ ആദ്യമേ എന്ത് ചെയ്ത്? ലെനിൻ ആദ്യമേ യുദ്ധത്തിൽ നിന്ന് പിന്മാറി. അങ്ങനെ ഒരു ജർമ്മനിയുമായിട്ട് ഒരു കരാർ, യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു കരാറിൽ ഒപ്പിട്ടു. അതാണ് ബ്രത്ത് ലിസ്തോസ്കി കരാർ എന്ന കാര്യത്തോടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. ഓക്കെ, ഇനി ബോൾഷേവിക്കിനകത്തും അടിയുണ്ടായിടേ. ഈ ബോൾഷേവിക്കുകൾ വിജയിച്ചെങ്കിലും പിന്നീട് അവിടെ യുദ്ധമുണ്ടായി, ആഭ്യന്തര കലാപം. ഓർത്തു വെക്കാം, 1917 മുതൽ ഏകദേശം 22 വരെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടായിരുന്നു. ആ ആഭ്യന്തര കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ബോൾഷേവിക്കുകളിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് പാർട്ടികൾ അല്ലെങ്കിൽ 2 വിഭാഗക്കാരായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഒന്ന് ഗ്രീൻസ് എന്ന് പറയും അല്ലേ. ഗ്രീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലിസ്റ്റ് റവല്യൂഷണറി ടീമുകളാണ് ഗ്രീൻസ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് വൈറ്റ്സ് എന്ന് പറയും. വൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സർക്കാർ അനുകൂലികളാണ്. ഇവർ രണ്ടും പോട്ടി ശത്രുതയിലായി, അടിയായി. ഇപ്പോൾ ഓർത്തിരിക്കുക. അപ്പം ഈ ഒരു ആഭ്യന്തര കലാപം എന്ന് പറഞ്ഞാൽ ഏത് വർഷമാണെന്ന് ചോദിക്കാം. 1917 മുതൽ 22 വരെയായിരുന്നു. അപ്പോൾ എന്തായത്? സോഷ്യലിസ്റ്റ് റവല്യൂഷണറിയും വൈറ്റ് എന്ന് പറഞ്ഞാൽ സർക്കാർ അനുകൂലികളും തമ്മിലുള്ള യുദ്ധമായിരുന്നു ഒരു റഷ്യയിലെ ആഭ്യന്തര കലാപം എന്ന് പറയുന്നത്. സോ വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ, 1921 എന്ത് ചെയ്യുന്നു? പുത്തൻ സാമ്പത്തിക നയം ലെനിൻ കൊണ്ടുവരുന്നു. കർഷകർക്ക് സ്വന്തം വിളയിൽ അധികാരം കൊടുക്കുന്നു, അവർക്ക് ആ ഭൂമിയിൽ അധികാരം കൊടുക്കുന്ന ഒരു കൂടെ ആയിരുന്നു 1921 ലെനിൻ കൊണ്ടുവന്നത്. സോ 1922 ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? സോവിയറ്റ് യൂണിയൻ്റെ രൂപീകരണമാണ്, USSRൻ്റെ രൂപീകരണം. ഓക്കെ, മിഖായിൽ ഗോർബച്ചെ കേട്ടിട്ടുണ്ടോ? ഈ മിഖായിൽ ഗോർബച്ചെയാണ് ഈ സോവിയറ്റ് യൂണിയൻ നിർത്തലാക്കിയത്. ഏത് വർഷം? 1991. 1991 മിഖായിൽ ഗോർബച്ചെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് നിർത്തലാക്കുന്നുണ്ട്. ഓക്കെ, എന്ത് നിർത്തലാക്കുന്നുണ്ട്? USSR നിർത്തലാക്കുന്നുണ്ട്. മനസ്സിലായോ? വർഷോടോർക്കെ 1922 USSR രൂപീകരിക്കുന്നു, നിർത്തലാക്കുന്നത് 1991. സോ ഇനി അടുത്തിലേക്ക് വരാം. ഈ റഷ്യയിൽ ഭരണഘടന നിലവിൽ വന്ന വർഷം 1924. സോ വന്ന അതേ വർഷം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ലെനിൻ മരണപ്പെടുകയുണ്ടായിരുന്നു. ലെനിൻ മരണപ്പെട്ട വർഷം 1924. സോ ഈ ലെനിന് ശേഷം പിന്നീട് ആരാണ് വന്നത്? ജോസഫ് സ്റ്റാലിനാണ് എന്ത് കൊണ്ടുവന്നത്? പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവന്നത്. ഇന്ത്യ ഇത് സ്വീകരിച്ചതും എന്താണ്? ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. സോ പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവന്ന വർഷം 1927 കൊണ്ടുവന്നത്. ഏത് വർഷമാണ്? 1927. അടുത്തൊരു കാര്യം ഇവിടെ ഒന്ന് ഓർത്തിരിക്കണേ. കളക്ടിവൈസേഷൻ എന്നാൽ എന്താണെന്ന്. കളക്ടിവൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക ഉൽപ്പാദനം കൂട്ടാനായിട്ട് സ്റ്റേറ്റിൻ്റെ നിയന്ത്രണം തുടങ്ങി സ്റ്റേറ്റിൻ്റെ നിയന്ത്രണത്തിൽ വലിയ എന്ത് ചെയ്ത് കൃഷി ഫാമുകൾ ഉണ്ടായിരുന്നു. ആ ഒരു എല്ലാ കൃഷി ഫാമുകളെ കൂട്ടി എന്ത് ചെയ്യുക? കാർഷിക ഉൽപ്പാദനം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നത്. അതിനാണ് കളക്ടിവൈസേഷൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കണേ, അത് ഈ ഒരു ജോസഫ് സ്റ്റാലിൻ്റെ സമയത്താണ് വന്നത്. അപ്പോൾ ആ ഒരു ഫാമിനെ എന്താണ് പറയുന്നത്? കളക്റ്റീവ് ഫാം, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് കോൾകോസ് എന്ന പേരിൽ അറിയപ്പെടും. മനസ്സിലായോ? അതായത് ഈ കുറേ കോൾകോസ് സ്ഥലങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? കാർഷിക ഉൽപ്പാദനം കൂട്ടുന്നതിന് വേണ്ടിയാണ്. സോ അത് മനസ്സിലായോ? അതിനെയാണ് കളക്ടിവൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന കാര്യത്തോട് ഓർത്തിരിക്കുക. ക്ലിയർ ആണോ? ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം. ബോൾഷേവിക് സർക്കാരിന് എതിരെ നിൽക്കുന്നവരെ അടിച്ചമർത്താനായിട്ട് രൂപീകരിച്ച രഹസ്യ പോലീസാണ് ചെക്ക എന്ന പേരിൽ അറിയപ്പെടും. ഓക്കെ, അതിനകത്ത് തന്നെ 2 വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ജസ്റ്റ് ഈ പേരൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ചെക്ക എന്ന് പറയുന്നത് എന്തിനേയും പറ്റിയാണ്? പോലീസിൻ്റെ രഹസ്യ സേനയാണ്. എന്തിനു വേണ്ടിയാണ്? ബോൾഷേവിക് സർക്കാരിനെതിരെ നിൽക്കുന്നവരെ അടിച്ചമർത്താൻ വേണ്ടി. സോ ആ കാര്യം മനസ്സിലാക്കി. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ലെനിൻ്റെ പത്രത്തെ പറ്റിയാണ്. പ്രൊലാറ്ററി എന്ന പേരിൽ. അത് ലെനിൻ കുറച്ചു കാലം എഡിറ്ററായിട്ട് ജോലി ചെയ്തൊരു പത്രമാണ് പ്രൊലാറ്ററി എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്ലാസ് എന്നാണ് അർത്ഥം കേട്ടോ, വർക്കിംഗ് ക്ലാസ്. നെക്സ്റ്റിലേക്ക് വരാം. EH കാർ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഒന്ന് ഓർത്ത് വെക്കുക EH കാറിൻ്റെ പ്രത്യേകത. ഇദ്ദേഹം ഒരു ചരിത്രകാരനാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു കൃതിയുണ്ട് 1917 ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഓക്കെ, 1917
ബിഫോർ ആൻഡ് ആഫ്റ്റർ. ലോകത്ത് ആസൂത്രിതമായി നടപ്പിലാക്കിയ റഷ്യൻ വിപ്ലവമാണ് ആദ്യത്തെ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ഓർത്തുക, EH കാർഗ് എന്താണ് പറഞ്ഞത് ഓർത്തിരിക്കുക. EH കാർഗ് എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ കൃതി പഠിച്ച 1917 ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നാണ്. ഇദ്ദേഹമാണ് അത് ആ കൃതിയിൽ എന്ത് പറഞ്ഞത്? ലോകത്ത് ആദ്യമായി ആസൂത്രിതമായി നടപ്പിലാക്കിയ ആദ്യത്തെ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം എന്ന്. ഓക്കെ, ദെൻ ജോൺ റീഡ് നമുക്കറിയാവുന്ന വ്യക്തിയാണ്. അമേരിക്കൻ മാധ്യമ പ്രവർത്തകനായ ജോൺ റീഡ്. ഇദ്ദേഹം ബോൾഷെവിക് വിപ്ലവത്തെക്കുറിച്ച് എഴുതിയ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസങ്ങൾ. ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. ജോൺ റീഡ്. ഈ ജോൺ റീഡിന്റെ ഈ ഒരു കൃതിയെ സിനിമയാക്കിയ വ്യക്തിയാണ് സെർഗി ഐൻസ്റ്റീൻ. ജോൺ റീഡിന്റെ ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസങ്ങൾ എന്താക്കി? സിനിമയാക്കി. അതൊരു റഷ്യൻ സംവിധായകനാണ്. ഇദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു സിനിമയുണ്ട്, ബാറ്റിൽ ഷിപ്പ് പൊട്ടങ്കി. ഓക്കെ, ബാറ്റിൽ ഷിപ്പ് പൊട്ടങ്കി ആര് തന്നെയാണ് സംവിധായകൻ? സെർഗി ഐൻസ്റ്റീൻ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. നമുക്ക് അടുത്തിലേക്ക് പോവാം. ആന്റൺ ചെക്കോവ്. ഓർത്തിരിക്കുകയാണ്, ആന്റൺ ചെക്കോവ്. ഇദ്ദേഹത്തിൻ്റെ ഒരു കൃതിയുണ്ട്, വാർഡ് നമ്പർ 6. ഇതിലെ എന്താണ്? തന്നിലെ വിപ്ലവകാരിയെ ഉയർത്തി എന്ന് ഈ പുസ്തകത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ലെനിൻ പറയുന്നു. തന്നിലെ വിപ്ലവകാരിയെ ഉയർത്തിയത് ഈ പുസ്തകമാണെന്ന് ലെനിൻ പറഞ്ഞത് ഏത് പുസ്തകം, അല്ലെങ്കിൽ ലെനിനെ സ്വാധീനിച്ച ഒരു പുസ്തകമാണ് ആന്റൺ ചെക്കോവിൻ്റെ വാർഡ് 6 എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, വാർഡ് 6. ദെൻ അടുത്ത ലിയോ ടോൾസ്റ്റോയ്. അല്ലെ, ലിയോ ടോൾസ്റ്റോയ് എന്താണ് പറഞ്ഞത്? റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്നാണ് അല്ലെ ലെനിൻ വിശേഷിപ്പിച്ചത്. ലിയോ ടോൾസ്റ്റോയുടെ കൃതികളെ എന്താണ്? റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്നാണ്. വാർ ആൻഡ് പീസ് ഒക്കെ ആരുടെ കൃതിയാണ്? നമ്മുടെ ലിയോ ടോൾസ്റ്റോയുടെ കൃതിയാണ് എന്ന കാര്യം ഓർത്തുവെക്കുക. ദസ്തവോക്കി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് എന്താണ്? കുറ്റവും ശിക്ഷയും, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. ഇദ്ദേഹത്തെ നായകനാക്കി പെരുമ്പടം ശ്രീധരൻ എഴുതിയ കൃതിയാണ് ഒരു സങ്കീർത്തനം പോലെ. പഠിച്ചു വെക്കുക, ഈ ഒരു സങ്കീർത്തനം പോലെ എന്ന കൃതി എഴുതിയത് ആരാണ്? പെരുമ്പടം ശ്രീധരനാണ്. ആരെയാണ് നായകനാക്കിയത്? ദസ്തവോക്കിയാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയൂടെ പഠിച്ചു വെച്ചേക്കണേ, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്നാണ്. മാക്സിം ഗോർക്കി നമുക്കറിയാവുന്നതാണ്. മാക്സിം ഗോർക്കിയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് അമ്മ എന്ന് പറയുന്ന കൃതി. സോ നമുക്ക് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിയിലേക്ക് പോവാം. കാൾ മാക്സ് ആണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കാൾ മാക്സും ഫ്രെഡറിക് ഏംഗിൾസുമായിട്ട് 1848 എന്ത് ചെയ്ത് രൂപീകരിച്ചു. ഇതിൻ്റെ തുടക്കത്തിൽ അറിയപ്പെടുന്ന യൂറോപ്പിനെ ഒരു ഭൂതം ബാധിച്ചിരിക്കുന്നു എന്ന് തുടക്കത്തിൽ ആമുഖത്തിൽ എഴുതിക്കൊണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന അവസാനിക്കുന്നു. അപ്പോൾ തുടക്കം എങ്ങനെയാണ്? യൂറോപ്പിനെ ഒരു ഭൂതം ബാധിച്ചിരിക്കുന്നു. അവസാനം എന്താണ്? സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്നാണ്. ഓക്കെ, ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ട പുസ്തകമാണ് ദാസ് ക്യാപിറ്റൽ എന്നറിയപ്പെടും. ദാസ് ക്യാപിറ്റൽ കാൾ മാക്സിൻ്റെയാണ്. വർഷം 1867 ഇതുകൊണ്ട് തന്നെ ഈ ഒരു പുസ്തകത്തിന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കാൾ മാക്സിൻ്റെ ബൈബിൾ, അല്ലെങ്കിൽ മാർക്സിസത്തിൻ്റെ ബൈബിൾ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ദാസ് ക്യാപിറ്റൽ അല്ലേ, മൂലധനം. ഈ കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ദെൻ അതുപോലെ തന്നെ നമ്മുടെ റഷ്യൻ വിപ്ലവം എന്ത് ചെയ്ത് ഇന്ത്യനിലെ പ്രധാനപ്പെട്ട നേതാക്കളെയും സ്വാധീനിച്ചു. ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും രവീന്ദ്രനാഥ് തുടങ്ങിയവരെയൊക്കെ വലിയ രീതിയിൽ സ്വാധീനിച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക. ദെൻ അതുപോലെ തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കൃതിയും കൂടെ ഒന്ന് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. RS വിദ്യാലങ്കറിൻ്റെ പുസ്തകമാണ് ദ റീബർത്ത് ഓഫ് റഷ്യ. കേട്ടോ, ദ റീബർത്ത് ഓഫ് റഷ്യ. ഓക്കെ, നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നോ അത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിക്കോ ആർക്കെങ്കിലോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് അടുത്തൊരു വിപ്ലവത്തിൻ്റെ ക്ലാസ്സോ അടുത്തൊരു PYQ ആയിട്ട് വരുന്നതാണ്. സോ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ നോക്കുക. താങ്ക് യു.